ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ കഴിഞ്ഞ ദിവസം പ്രിൻസിയും പറഞ്ഞു, ഓമന ആൻ്റണിയും പറഞ്ഞു നോട്ടിഫിക്കേഷൻ ചെല്ലുന്നില്ല. ഓമന ആൻ്റിക്കാണെങ്കിൽ ഒരു വർഷത്തോളം നോട്ടിഫിക്കേഷൻ ചെല്ലുന്നില്ലായിരുന്നു. എൻ്റെ ബെൻസിയുടെ ഒരുമിച്ച് ഒരിക്കലും എനിക്ക് കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. ബെൻസി കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്. പ്രിൻസിയും പറഞ്ഞു ചേച്ചി നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലെന്നോ, ആർക്കറിയാം എന്താ ഇതിൻ്റെ കാര്യമെന്ന്. അതാ വ്യൂസ് കുറയുന്നത്. സ്ഥിരമായിട്ട് കാണുന്ന മിക്ക ആൾക്കാർക്കും കമൻറ്റും കാണുന്നില്ല. അപ്പോൾ നമുക്കറിയാം നോട്ടിഫിക്കേഷൻ ചെല്ലുന്നില്ലായിരിക്കും. എന്തോ ഗുലുമാല. ആകെ കുറച്ച് വ്യൂസേ ഉള്ളൂ. അതിലൂടെ സ്ഥിരം കാണുന്ന കുറച്ച് പേരുണ്ട്. അവർക്ക് നോട്ടിഫിക്കേഷൻ ചെന്നില്ലെങ്കിൽ ആകെ തരികടയാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇരുമ്പുളിയൊക്കെ അരിഞ്ഞ് വെയിലത്ത് ഞാനൊന്ന് വെയിൽ കൊള്ളിച്ച്, അത് കഴിഞ്ഞ് അച്ചാറിടുകയൊക്കെ ചെയ്തു. അതിൻ്റെ വീഡിയോ ഞാൻ ഇന്നത്തെ ലെങ്ത് കൂടുതലാണെങ്കിൽ ഇന്ന് ഇടത്തില്ല, അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം. അച്ചാറിടുന്നത് നല്ലതായിരുന്നു, സൂപ്പറായിരുന്നു. പക്ഷേ ഇരുമ്പുളിയൊക്കെ ഞാൻ ഒരു വെയിലേ കൊണ്ടുള്ളൂ. കാരണം വെയിലങ്ങോട്ട് ബാൽക്കണിയിൽ ഒത്തിരി കിട്ടുന്നില്ല. പിന്നെ എന്നിട്ട് പാവം വെച്ചാൽ ഇവരൊക്കെ താഴെയൊക്കെ കൊണ്ടുവച്ചായിരുന്നു. അല്ലെങ്കിൽ നല്ല വെയിലങ്ങോട്ട് കിട്ടിയില്ലെങ്കിൽ അതങ്ങ് പന്നലാവും. പിന്നെ ഞാൻ ചിന്തിച്ചു, ഇത്രയും മെനക്കെട്ടിട്ട് അത് പന്നലായി പോയാൽ എന്തോ എന്ന് പറഞ്ഞ് ഞാനങ്ങ് ഇട്ട്. കോൾഡ് ഉണ്ട് കേട്ടോ, ഈ വിയർപ്പ് താഴ്ന്നയായിരിക്കും. ഞാൻ ഓഫാക്കിയിട്ട് നോക്കി എടുക്കാം. നാട്ടിലാണെങ്കിൽ ഇതിനേക്കായി സഹിക്കാൻ പറ്റത്തില്ല. അമ്മ പറയുന്ന എല്ലായിടവും മഴ പെയ്ത്, ബെൻസിയുടെ അവിടെയും മഴ പെയ്ത്, ഞങ്ങളുടെ അഞ്ചൽ മാത്രം മഴ പെയ്തില്ല. ഈ ചൂടത്തൊന്ന് മഴ പെയ്താൽ വീണ്ടും കുറേയും കൂടെ ചൂടായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. നോട്ടിഫിക്കേഷനൊക്കെ വരുന്നവരൊക്കെ വീഡിയോ കാണുക. ഇഷ്ടപ്പെടുന്നവർ, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർ ചെയ്യണ്ട കേട്ടോ. നല്ല തലവേദന ഇപ്പോഴും ഉണ്ട്. ബാം തേച്ചിരിക്കുക. ഓക്കെ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പാവ് ഭാജി ഉണ്ടാക്കുന്നത്. അപ്പോൾ പാവ് ഭാജി ആകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വെജിറ്റബിൾ കൂട്ടാത്തവരൊക്കെ അത് ഉണ്ടാക്കുമ്പം കഴിക്കുമെന്ന്. എൻ്റെ സ്റ്റൈലിൽ വെക്കുമ്പം, അല്ലാതെ പീസായിട്ടൊക്കെ കുറച്ച് കിടന്നാൽ അവന്മാരത് എടുത്ത് മാറ്റി വെക്കാൻ നോക്കും, മീന്ദ്രന്മാരാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് സവാള ഇട്ട് ഇച്ചിരി മട്ടർ, ഈ മട്ടർ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇടുന്നത് റീസമോന് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ അകത്തൊന്നല്ല, ഏതിലും ഇങ്ങനെ മട്ടർ എടുത്ത് തിന്നാൻ അവനിഷ്ടമാണ്. അപ്പോൾ ഉപ്പൂടിട്ട് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം പ്രൈസമോൻ ബീട്രൂട്ട് കഴിക്കാറില്ല. ഇന്നത്തെ പാവ് ഭാജിയുടെ കളറ് നല്ല റെഡ് കളറാണ്. എന്നിട്ട് ആ കളറ് കണ്ടിട്ട് ഈ ചെറുക്കൻ അന്ന് രാവിലെ ഇത്തിരി മടിയായിരുന്നു കഴിക്കാൻ. ഞാനുള്ള ആവശ്യത്തിനുള്ള കൈ കിട്ടിയ വെജിറ്റബിൾസും ഈ ബീട്രൂട്ടും കൂടെ ഒക്കെ അതിലങ്ങ് ചേർത്ത്. സാധാരണ ബീട്രൂട്ട് അങ്ങനെ ആരും ചേർക്കാറില്ല. നമ്മളിപ്പോൾ നമ്മുടെ മക്കളുടെ വയറ്റിൽ വെജിറ്റബിൾസ് ചെല്ലണ്ടിയിട്ട് അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ സാധാരണ പാവ് ഭാജിയുടെ കളർ ഈ കളറൊക്കെയാണ് വരുന്നത്. അപ്പം ഞാൻ 2 ടൊമാറ്റോയുടെ അരച്ചത് ചേർത്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാറാണ്. ഇച്ചിരി മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എന്നിട്ട് പാവ് ഭാജി മസാല നേരത്തെ ഒരു കുഞ്ഞ് പാക്കറ്റ് വാങ്ങിച്ചത് കുറേ ദിവസം കൊണ്ടിങ്ങനെ ഇവിടെ ഈ കിച്ചണിൽ ഇങ്ങനെ ഇരിക്കും. ഇപ്പം ഞാൻ ഇന്ന് അതും അങ്ങിട്ട് അല്ലാത്ത പാക്കറ്റിലേയും ആയിട്ട് അത് ഒരു കുറേ എന്തോ വാങ്ങിച്ചോണ്ട് അതിൻ്റെ കൂടെ അങ്ങാണ്ട് ഫ്രീ കിട്ടിയതാണ്. അങ്ങനെ അതും ഇട്ടിട്ടുണ്ട്. പിന്നെ അല്ലാത്തത് ഇപ്പം തീർന്നു. ഇനി അടുത്ത പാക്കറ്റ് ഞാൻ ഇന്നലെ വാങ്ങിച്ചു. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ പാവ് ഭാജി ഉണ്ടാക്കുന്നത് കൊണ്ട് വെജിറ്റബിൾസ് വയറ്റി ചെല്ലുമല്ലേ, അതുകൊണ്ട് അങ്ങ് ഉണ്ടാക്കുന്നതാണ്. അപ്പം നമുക്കും മെനക്കേടില്ല, ഇതുണ്ടാക്കുന്ന പാടേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വെജിറ്റബിൾസൊക്കെ ഒന്ന് അരച്ച് ഇന്നത്തെ ഇച്ചിരി ഒന്ന് കൂടിപ്പോയി അരവ്. അതുകൊണ്ട് ബീട്രൂട്ടൂടെ അരച്ചത് കൊണ്ട് മറ്റവൻ അത്ര അങ്ങോട്ട് താല്പര്യം വന്നില്ല. കളർ കണ്ടാൽ നല്ല രസമല്ലേ കാണാൻ.
ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ലാസ്റ്റിൽ കുറച്ച് മല്ലിയിലയൊക്കെ ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ എല്ലാവരും കഴിച്ചു, പിന്നെ ഞാനും കഴിച്ചു. പ്രൈസമ്മോൻ കഴിച്ചില്ല. സാധാരണ പാവ് ഭാജി കണ്ടാൽ രാവിലെ കഴിക്കുന്നത്. അതിൻ്റെ റീസൺ ഞാൻ പറയാം കേട്ടോ. അങ്ങനല്ല, ഇങ്ങി വാ, ഞാൻ ജീവിതരാം. ഇല്ലില്ല, പുറകൊന്നും ശരിയായില്ല, ഇങ്ങി വാ. പാവ് ഭാജി കഴിക്കാഞ്ഞത് ഒന്നാമത്തേത് ആ കളറ്, രണ്ടാമത്തേന്ന് പറയാൻ അല്ലെങ്കിൽ പാവ് ഭാജി കണ്ടാൽ ചാടി വീഴുന്ന രാവിലെ. ഇപ്പം ഞങ്ങൾ പുതിയൊരു കഴിഞ്ഞ ആഴ്ച ഒരു ഈ എന്താ പറയുന്നത്, ഈ ഫാംകാർ പാലിങ്ങനെ കൊണ്ട് വീഴുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ നമുക്കെന്തോ സ്കീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അപ്പം അത് ഇപ്പോൾ വാങ്ങിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ മാംഗോ ലസ്സി, ആ സ്കീമിൽ നിന്ന് മാംഗോ ലസ്സി അങ്ങനെയുള്ള പലതുമൊക്കെ വാങ്ങിക്കാം. തൈര് വേണേൽ തൈര്, നെയ്യ് വേണേൽ നെയ്യ്. അപ്പോൾ ഇവൻ കുറച്ച് ദിവസം കൊണ്ടേ പറയുക എനിക്ക് ലസ്സി വേണമെന്ന്. അപ്പോൾ റേച്ചാൻ ചിന്തിച്ച് എന്നാൽ ഇന്ന് രാവിലെ കൊണ്ടുവന്നാണെങ്കിൽ ലസ്സി കൊണ്ടുവന്നു. അപ്പോൾ അത് തണുപ്പല്ല, വെളിയിൽ വെച്ചേക്കുമായിരുന്നു. രാവിലെ രണ്ടാവുമാരോട് അത് കുടിച്ച്. അപ്പോൾ അത് കുടിച്ചപ്പോഴത്തേന് ആൾക്ക് വയറ് നിറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞിടാ കഴിക്കടാന്ന് പറഞ്ഞിട്ട് വേണ്ട വയറ് നിറഞ്ഞെന്ന് പറഞ്ഞിരിക്കുക. പിന്നെ മറ്റേ കാര്യമുണ്ട്, റെഡായതുകൊണ്ട്. പിന്നെ എങ്ങനെ പരീക്ഷയൊക്കെ അല്ലേ, കഴിക്കാതെ വിടുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിച്ച് പിന്നെ കൊടുപ്പിച്ച്. അപ്പോൾ ഈ പിള്ളേരും ഇവരൊക്കെ വീട്ടിൽ നിന്ന് എല്ലാവരും പോകാതെ നമുക്കിവിടെ അടുക്കി പറക്കാനൊന്നും പറ്റത്തില്ല. അവർ തോർത്തിയ തോർത്തും അവർ മാറിയ ഡ്രസ്സും അതെല്ലാം അവിടെ ഇട്ടിട്ടായിരിക്കും പോകുന്നത്. പിന്നെ ഞാനതെല്ലാം കുറച്ചൊന്ന് ഒതുക്കി ഇന്നലൊക്കെ വിരിച്ച ഷീറ്റൊക്കെ എടുത്ത് കട്ടിലെ കിടപ്പുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വിരിച്ചു. ആങ്കറെല്ലാം എടുത്തിട്ട് അതുപോലെ ആങ്കറും അവിടെ കിടക്കുമായിരുന്നു. പിന്നെ അവൻ തന്നെ സോക്സൊക്കെ എടുത്ത്. അപ്പോൾ ഇന്നലെ കഴുകിയ പാത്രങ്ങളാണ് ഇതെല്ലാം ഞാൻ ബാൽക്കണിയിൽ ഇരുന്ന് ഉണങ്ങി. അതിനി എടുത്തങ്ങ് വെച്ചിട്ട് ഇനി അടുത്ത പാത്രങ്ങൾ കഴുകുമ്പോൾ എനിക്കിവിടെ കൊണ്ടുവെക്കണം. ഇവിടെ കൊണ്ടുവച്ചൊരു 5 മിനിറ്റ് ആകുമ്പോഴത്തേന് പാത്രങ്ങളിലെ വെള്ളം എല്ലാം പോയി നന്നായി ഉണങ്ങി കിട്ടും. അതുകൊണ്ട് പിന്നെ നമുക്ക് എടുത്തങ്ങ് വെച്ചാൽ മതി. മറ്റേത് നമ്മൾ ആ ബേസിനി ഇട്ടാലും പെട്ടെന്നൊന്നും ഉണങ്ങത്തില്ല. പിന്നെ ഞാൻ നിർബന്ധിച്ചവന് 2 ഇത് കൊടുത്ത്. അപ്പോഴത്തേക്കിന് വിശപ്പൊക്കെ ആയെന്ന് തോന്നുന്നു. ഇവനെന്ന് പറയുന്നത് കൊത്തിപ്പറക്കി കഴിക്കുന്നത്. ഒരു ഇച്ചിരി അങ്ങോട്ട് വയറ്റി ചെന്നാൽ മതി. ആ ലസ്സി കുടിച്ചപ്പോഴത്തേന് ആളുടെ വയറ് നിറഞ്ഞു. പിന്നെ ഇത് കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു. പിന്നെ കഴിച്ചു. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇരുമ്പം പുളി കുറച്ച് നേരം ഞാൻ ബാൽക്കണിയിൽ വെച്ചു. ബാൽക്കണിയിൽ നിന്ന് പിന്നെ വെയിൽ കിട്ടാഞ്ഞ് താഴെ ഒരു ബെഞ്ചുണ്ട്, ആ ബെഞ്ചെ കൊണ്ട് വെച്ചേക്കുക. എന്നിട്ട് പിന്നെ രാവിലെ തുണികളിട്ട്, തുണിയൊക്കെ ഇപ്പം പകുതിയായിട്ടുണ്ട്. അത് പിന്നെ എന്നും ഉള്ള നമ്മുടെ ടൈം ടേബിളല്ലേ. ഒരു ദിവസം കഴുകാതിരുന്നാൽ പിന്നെ പിറ്റേ ദിവസം അത് പെയിൻറ്റിങ് ആയിട്ട് കിടന്ന് 2 പ്രാവശ്യമൊക്കെ കഴുകേണ്ടി വരും. പിന്നെ അടുത്ത പരിപാടി ക്യാനിൽ വെള്ളം നിറച്ച് വെച്ചിട്ട്, ഇന്നലെയൊക്കെ തിളപ്പിച്ച വെള്ളം തണുത്തല്ലേ, അതെടുത്ത് ക്യാനി ഒഴിച്ച് വെച്ചിട്ട് ബാക്കി വെള്ളം ഇനിയും തിളപ്പിക്കണം. അപ്പം ചൂടാകുമ്പം വെള്ളം ശരിക്കും 2-3 വലിയ ചരുവത്തി വെള്ളം തിളപ്പിക്കണം. അതുകൊണ്ട് ഞാൻ രാത്രിയിലേ തിളപ്പിച്ച് വെക്കും. അപ്പം രാവിലെ ആകുമ്പോൾ തണുക്കുമല്ലേ. അല്ലെങ്കിൽ രാവിലെ തിളപ്പിക്കാൻ നിന്നാൽ ചൂടല്ലേ, പിന്നെ കുടിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എങ്ങനെയാണെങ്കിലും ഞാൻ ബോട്ടിലുകളിൽ എല്ലാവരുടെയും നിറച്ചിട്ട് രാത്രിയിലേ തിളപ്പിച്ച് വെക്കും. പിന്നെ രാവിലെ തിളപ്പിച്ചത് വൈകുന്നേരം ആകുമ്പോഴത്തേനൊക്കെ ഒന്ന് തണുത്തോളും. പിന്നെ ഞാൻ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോഴത്തേക്കിന് തുണികളൊക്കെ ആയി. പിന്നെ ഹോളിൽ ഇടാനുള്ളത് ഞാനങ്ങ് അവിടെ കൊണ്ടിട്ട് ബാക്കിയെല്ലാം അകത്ത് ഞാനിങ്ങനെ ഇട്ടേക്കും. പിന്നെ സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ അകത്തേക്ക് വിരിക്കത്തുള്ളൂ. അപ്പോൾ ഹോളിലൊക്കെ പ്രൈസമോനെ കൊണ്ട് വിട്ടിട്ട് വന്നിട്ട് അവൻ വിരിച്ചോളും. പിന്നെ ഈ ഇടനാഴിയിലത്തെ ഇവിടുത്തെ ഞാൻ ചെയ്യും. അപ്പം നമ്മുടെ വീട്ടമ്മമാരുടെ സ്ഥിരം ജോലികളാണ് എന്നും ഉള്ള ജോലികളാണ് നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ഇടനാഴിയിലുള്ളത് അങ്ങ് വിരിച്ചിട്ടിട്ട് പിന്നെ അകത്തുള്ളത് സമയം പോലെ ചെയ്യും. അപ്പോൾ അയലമീൻ ഇന്ന് റീച്ച വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു.
എനിക്ക് അത്ര അങ്ങോട്ട് അത് സംതൃപ്തിയായില്ല, അത്ര ഫ്രഷായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതൊന്ന് വെട്ടിയെടുത്തിട്ട് ഞാൻ ചിന്തിച്ചെന്നാൽ ഒരു 3-4 പീസ് പിന്നെ ഞാൻ പിന്നെ റേച്ചാൻ കൂട്ടാറില്ലല്ലേ. ഇപ്പോൾ ഉച്ചയ്ക്ക് ഇവർ ചപ്പാത്തി ആകുമ്പോൾ അവർക്ക് അത് വേണ്ട. അതുകൊണ്ട് രാത്രിയിലത്തേക്കിന് ഞാൻ 3-4 കഷ്ണം അതിൽ നിന്നെടുത്ത് കറിയും വെച്ച് 3-4 ഇരിപ്പുണ്ട് ഇനിയും. ഞാൻ പക്ഷേ ഒരു കൂട്ടം വേറെ വേറെ ആയിപ്പോയി. അപ്പോൾ ഈ കൂട്ടം എടുത്ത ഉടനെ ഞാൻ ഇതിന് 3-4 എടുത്ത് വറക്കുകയും ചെയ്യാം. ബാക്കിയെടുത്ത് ഒന്ന് കറിയായിട്ട്, എനിക്ക് ഇത്തിരി മീൻ ചാറിനോടാണ് താല്പര്യം. അപ്പോൾ ആ ഇച്ചിരി ചാറിന് വേണ്ടി എടുത്ത് ആ കഴുത്തിൻ്റെ അവിടം വെച്ചത് എടുത്ത് കറി വയ്ക്കാമെന്ന് വെച്ച്. അപ്പോൾ അതൊന്ന് വെട്ടിയെടുക്കട്ടെ. മീൻ വാങ്ങിച്ചുകൊണ്ട് വരുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. തന്നെത്താൻ ഞാൻ വെളിയിൽ പോകണേ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതെല്ലാം വെട്ടി ഇതൊന്ന് കഴുകിയെടുക്കട്ടെ. ഞാൻ പണ്ടൊക്കെ ചാനൽ തുടങ്ങിയ സമയത്ത് ഇങ്ങനെ റെസിപ്പികളല്ലായിരുന്നോ കാണിക്കുന്നത്. അപ്പോൾ ഞാനൊരു കോട്ടയം സ്റ്റൈൽ മീൻ കറി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് 10 ലക്ഷത്തിപ്പുറത്ത് ആൾക്കാർ കണ്ട, അത് നല്ല വൈറലായൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അന്നൊക്കെ ഒരു ചായ, നിസാരം ഒരു ചായ ഇട്ട് അതും വൈറലായ, അങ്ങനെ അന്നൊക്കെ ഇട്ട കുറേ വീഡിയോകൾ ലക്ഷങ്ങളൊക്കെ ആയി. പക്ഷേ ഇപ്പോൾ അങ്ങനെ വ്യൂസേ ഇല്ല. നമ്മളിപ്പോൾ ഈ വ്ളോഗ്, ആ സമയത്തൊന്നും അങ്ങനെ വ്ളോഗ് ആരും ചെയ്യത്തുമില്ലായിരുന്നു. ചുരുക്കം ഞാനായിരുന്നു ആദ്യമായിട്ട് അങ്ങനെ എൻ്റെ അറിവിലുള്ള ഇതിൽ ഇങ്ങനെ വീട്ടിലൊക്കെ ചെയ്യുന്ന ജോലികൾ. പിന്നെ സ്ഥിരം എല്ലാ ആൾക്കാരും കാണിക്കാൻ തുടങ്ങി. അപ്പം ഞാനങ്ങനെ മീനൊക്കെ വെട്ടി, ഞാൻ പറഞ്ഞില്ല അതിൽ നിന്ന് ചില മീനെടുത്ത് ഞാനൊന്ന് ഇങ്ങനെ വറക്കാനായിട്ടും എടുത്ത്, ആകെ 5 മീനേ ഉള്ളായിരുന്നു. അതിൽ നിന്ന് 3-4 കഷ്ണം ഞാനെടുത്തൊന്ന് ഒരു മീൻ ചാറിന് വേണ്ടി മീൻ കറി, ഒരു കറി വെക്കാമെന്നും വെച്ച്, പിന്നെ ബാക്കിയെടുത്ത് വറക്കാനായിട്ടും വെച്ച്. അപ്പം വറക്കാനായിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് കുറച്ച് നേരം ഒന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാനിതിൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഗരം മസാല അല്ലെങ്കിൽ പെരുംജീരകപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം, നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിപ്പോൾ മസാല പുരട്ടി വെച്ചിട്ട് ഞാൻ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തുകൊണ്ട് അകത്ത് പോയി ഇതൊന്ന് പൊളിച്ചിട്ട് വരട്ടെ. ഇച്ചിരി ബാക്കിയുള്ള കറി, മീൻ വെക്കാനായിട്ട് കറി വെക്കാനേ അതിനു വേണ്ടി ഇവിടുത്തെ അങ്ങ് വിരിച്ചിട്ട് പിന്നെ അങ്ങ് ഉണങ്ങിക്കോളുമല്ല. ഞാൻ തുണി വിരിക്കാൻ, ഉള്ളി ഇതും പൊളിക്കാനായിട്ട് വന്ന തുണി അവിടെ കിടന്നുണ്ടെങ്കിൽ അതങ്ങ് വിരിച്ചിട്ടാൽ പിന്നെ അങ്ങ് ഉണങ്ങിക്കോളും എന്ന് പറഞ്ഞാൽ അതങ്ങ് വിരിച്ചിട്ടിട്ട് പിന്നെ ഇതെല്ലാം പൊളിച്ച് അരിഞ്ഞുകൊണ്ട് വന്ന്. അപ്പോൾ അതൊന്ന് അടപ്പത്ത് വെച്ചിട്ട് മീൻ കറി ഒന്ന് വെക്കട്ടെ. പിന്നെ ഇന്നലെ കൊച്ചിനെയും കൊണ്ട് ഏത്ത ഇടിയിപ്പിക്കുന്നത് കണ്ടോണ്ട് 1-2 കമൻറ്റ് വന്നു, എടപ്പോളേയും എൻ്റെ കൊച്ചിനെയും കൊണ്ട് ഏത്ത ഇടിയിപ്പിക്കുവാന്ന് തോന്നും. അത് പ്രൈസമ്മ മോശമൊന്നുമല്ല കേട്ടോ, എന്തോ അന്നേരം നല്ലൊരു മൂഡായതുകൊണ്ട് അവനനുസരിച്ചതാണ്, അല്ലെങ്കിൽ അനുസരിക്കത്തുമില്ല. കട്ടയ്ക്ക് രണ്ടും നിൽക്കും. ഇവന്മാർ രണ്ടും കൂടെ വീട്ടിൽ അവധിയായിട്ട് ഇവിടെ ഇരിക്കുവാണെങ്കിൽ എൻ്റെ ജോലി പെട്ടെന്ന് തീരത്തേ ഇല്ല. രണ്ടും പ്രൈസമ്മോന് എപ്പോഴും ഓരോന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ട് വരും. അത് മറ്റവന് ഇഷ്ടമല്ല. ഇന്നലെ എന്തോ രണ്ടും കൂടെ ഇത്തിരി നല്ല സ്നേഹത്തിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അടുക്കളയിൽ നിന്നുണ്ടെങ്കിൽ സോറി അച്ചാച്ച, ഞാനത് ഇങ്ങനെ കേൾക്കാറില്ലല്ലോ, അതുകൊണ്ട് ചെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊച്ചിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പം ഞാൻ പിന്നെ പറയുകയും ചെയ്തേടാ അങ്ങനെ ചെയ്യിപ്പിക്കേണ്ടാന്ന്. എന്നിട്ട് പോളിന് അതൊക്കെ ഒരു രസം. പോള് അപ്പോഴത്തേന് പിന്നെ ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെയും കൊടുത്ത് അവനത് ഏത്ത ഇട്ടതിന്. എന്തോ പിള്ളേരാന്ന് എനിക്കറിയത്തില്ല. ചില സമയത്ത് ഇപ്പം പോൾമോന് അവധി ആയതുകൊണ്ട് ഞാൻ പറയാം, എടാ കൊച്ചിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ചോദ്യം അവന് പരീക്ഷയല്ലേന്ന്. പോള് ചോദിച്ചിട്ട് ഇവനെ തെറ്റണമെങ്കിൽ പോള് പറയും 5 ടൈംസ് എഴുതടാ. അവനില്ല സാറ് കളിക്കാൻ പോകും. അത് കേൾക്കുമ്പോൾ മമ്മി ഇവൻ എന്തിനാ അച്ചാച്ചൻ വലിയ ആളാവുക എന്നോട് 5 ടൈംസ് എഴുതാനൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ ഇവൻ്റെ സൈഡ് നിൽക്കാനും ഒക്കത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു മോന് തെറ്റെഴുതി പറഞ്ഞതുകൊണ്ടല്ലേ അച്ചാച്ചൻ എഴുതാൻ പറഞ്ഞത്, മോൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ അച്ചാച്ചൻ പറയുന്നത്. അപ്പോൾ അങ്ങ് അനങ്ങാതിരിക്കും. ഞാൻ അഥവാ സമയം പോളിനെ കുറ്റം പറയുമായിരുന്നെങ്കിൽ പിന്നെ അവൻ ചെയ്യത്തുമില്ല. ഇങ്ങനൊക്കത്തെ ഉള്ള കുഞ്ഞ് നിസാര കാര്യം മതി രണ്ടിനൂടെ. അപ്പം മസാല പുരട്ടിയിട്ട് കുറച്ച് നേരം ആയേ, ഒരു അരമണിക്കൂറൊക്കെ ആയി. ഞാനപ്പോൾ അതൊന്ന് വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പോളിന് ഇന്നത്തെ ജോലി എന്ന് പറയുന്നത് അവൻ്റെ ബുക്കും പുസ്തകമൊക്കെ ഞാൻ പറഞ്ഞ് എല്ലാം ഒന്ന് ഒതുക്കി വെക്ക്. ബുക്കൊക്കെ എഴുതി തീർന്നതൊക്കെ ബംഗാർവാല വരും. ബംഗാർവാല എന്ന് പറഞ്ഞാൽ ഈ പേപ്പറൊക്കെ എടുക്കാൻ ആൾ വരത്തില്ലേ, ന്യൂസ് പേപ്പറും അങ്ങനെ പഴയ
എല്ലാം ഒന്നും അവരെടുത്തോണ്ട് പോകത്തില്ല. പേപ്പറുകളൊക്കെ എടുക്കും, അല്ലാതെ വേറെ ചില സാധനങ്ങളൊന്നും അങ്ങനെ ഉള്ളതെല്ലാം ഒന്നും കൊണ്ടുപോകത്തൊന്നുമില്ല. അപ്പം പേപ്പറൊക്കെ അങ്ങാർക്ക് കൊടുക്കാനായിട്ട് എടുത്ത് എല്ലാം വെച്ചേക്കുക. എന്നിട്ട് പിന്നെ അവനപ്പം ലാപ്ടോപ്പിൻ്റെ അകത്തോട്ട് ഓടി. പിന്നെ ഇസ്തിരി ചെയ്ത തുണി ഇപ്പം കൊണ്ടുവന്ന് അത് ഞാനെടുത്ത് വെക്കുക, അല്ലെങ്കിൽ അത് അവിടെ ഇരിക്കും. എന്നിട്ട് പിന്നെ അവൻ്റെ ഷീറ്റുകളെല്ലാം ഇന്ന് മാറ്റിച്ച് അതെല്ലാം ഒന്ന് വിരിപ്പിച്ച്. നമ്മളിപ്പം അവർ സ്കൂളിൽ പോവുകയാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കും. ഇപ്പം വീട്ടിൽ ഇരിക്കുമല്ലേ, വീട്ടിൽ ഇരിക്കുമ്പോൾ എന്തോ പരിപാടി, ഇത് കമ്പ്യൂട്ടർ എല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്നാൽ ഇതൊന്ന് അവൻ്റെ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കെന്ന് പറഞ്ഞു. ബംഗാർവാല അടുത്ത ദിവസം വരുന്ന ഉടനെ അങ്ങ് കൊടുക്കാമല്ലോ എന്ന്. കുറേ ഉണ്ടായിരുന്നു എല്ലാം കൂടെ. അപ്പം ഞാൻ ഈ തുണികളൊക്കെ എടുത്തൊന്ന് വെക്കട്ടെ. പറഞ്ഞാൽ ഉടനെയൊന്നും ചെയ്യത്തില്ല. നമ്മളൊരു 3-4 പ്രാവശ്യം പറഞ്ഞാലേ ചെയ്യത്തുള്ളൂ. ചെയ്യാമെന്ന് പറഞ്ഞിരിക്കും. എന്നാലും അവരവിടെ നിന്ന് എണ്ണിക്കത്തില്ല. പിന്നെ ഗതി കെട്ടിടാ ചെയ്യടാന്ന് ഉറക്കെ പറയുവാണെങ്കിൽ ചെയ്യും. അപ്പം ഞാൻ മീനടപ്പത്തിട്ടിട്ടാ ഇങ്ങോട്ടൊന്ന് വന്നത്. അപ്പോൾ ഈ തുണി രാവിലെ ഇസ്തിരിക്കാരൻ കൊണ്ടുവന്നെയാണ്. അപ്പം ഞാൻ പിന്നെ എടുത്ത് അതാത് സ്ഥാനത്ത് അവൻ്റെയും റീച്ചാൻ്റെയൊക്കെ എടുത്തൊന്ന് വെക്കട്ടെ. അപ്പോൾ ഉച്ചയ്ക്ക് പരിപ്പ് കറിയുണ്ട്, നമ്മുടെ അയല മുളകിട്ടത്. അതൊക്കെ ഞാൻ തിളച്ച് കഴിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് വെച്ചേക്കുക. പിന്നെ ചിക്കൻ ഉണ്ട്. ചിക്കൻ എനിക്ക് വേണ്ട, ഈ പിള്ളേർക്കൊക്കെ ഇവർക്ക് ഇഷ്ടം. എനിക്ക് ചിക്കൻ അന്ന് തന്നെ ഞാനൊരു ഇച്ചിരി എടുത്തതേ ഉള്ളൂ. പിന്നെ ഇരുമ്പമ്പുളി അച്ചാർ ഞാൻ ഇട്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേറൊരു ദിവസം കാണിക്കാം വീഡിയോ. അപ്പം ഞാൻ ഇട്ടിട്ടത് ഡബ്ബയിലൊക്കെ ആക്കി വെച്ചു. അപ്പം ബാക്കി ഇത്രയുണ്ട്. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഇതും ഇരുമ്പമ്പുളിയും ഒരു മീനും എടുത്താൽ കഴിച്ച്. നല്ല അടിപൊളിയായിരുന്നു ഇരുമ്പമ്പുളി അച്ചാർ. അപ്പോൾ അവർക്ക് ഞാൻ ഉച്ചയ്ക്ക് ചപ്പാത്തിയും ചിക്കനൂടെ കൂട്ടിയാണ് കൊടുത്തത്. ചിക്കൻ ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് ചപ്പാത്തി ഇഷ്ടമാണ്. കൊച്ചുമോനും ഉച്ചയ്ക്ക് വൈകിട്ട് വന്നിട്ട് അവനും ചപ്പാത്തി മതി. ഓപ്ഷൻ ചോദിക്കും, എന്തുകൊണ്ട് ചോറിൻ്റെ കൂടെ എന്തുവാ, അതിൻ്റെ കൂടെ എന്തുവാന്ന്. ഇന്നതാന്ന് പറഞ്ഞ് ചിക്കനും ചപ്പാത്തിയും മതിയെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിനി ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ. ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ കൂടെ ചെയ്തേരെ കേട്ടോ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സി യു.